നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 19 വയസ്സ് പ്രായമുള്ള എൻജിനീയറിംഗ് വിദ്യാർത്ഥിയും കൊണ്ടാണ് മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വരുന്നത്. ഈ കുട്ടി എൻജിനീയറിങ്ങിന് 3-ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 സെമസ്റ്ററിൻ്റെ പരീക്ഷാഫലങ്ങളൊക്കെ വന്നു. എല്ലാ വിഷയങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ മടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോവുകയുള്ളൂ. ഇത് കാരണം അധ്യാപകർ അന്വേഷിക്കുന്നു. വീട്ടിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. പുറത്തെങ്ങും പോവുകയോ മറ്റ് പ്രശ്നങ്ങളുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കുട്ടിയുടെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ +2 വരെ നല്ല മാർക്ക് വാങ്ങി പഠിച്ച ഒരു കുട്ടിയാണ്. 10ാം ക്ലാസ്സിലൊക്കെ എല്ലാ വിഷയത്തിനും A+ ഉണ്ടായിരുന്നു. +2 വന്നപ്പോഴേക്കും കണക്കിന് മാത്രം ഏറ്റവും ഒരു 80-85% മാർക്കായിരുന്നു. ബാക്കിയുള്ളതിനെല്ലാം 90-ന് മുകളിൽ മാർക്കുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ നന്നായി പഠിച്ചൊരു കുട്ടി എൻജിനീയറിങ്ങിന് ചേർന്നിട്ട് എല്ലാ വിഷയങ്ങൾക്കും പരാജയം സംഭവിക്കുക എന്നുള്ളത് കുറച്ചൊരു അസ്വാഭാവികമായിട്ടൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ നമ്മളിതെന്താണ് എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്, അവന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് ഭാഷാ വിഷയങ്ങളോടാണ്. അവന് കവിതയൊക്കെ എഴുതുമായിരുന്നു, നന്നായി വായിക്കുമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കാണ് അവനൊരു താല്പര്യം വന്നത് ഈ ഭാഷാ വിഷയങ്ങളോട്. ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായിട്ടെടുത്ത് BA പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ജേർണലിസം ഉപരിപഠനം നടത്തണം, ഒരു ജേർണലിസ്റ്റ് ആകണം, ഒരു എഴുത്തുകാരനാകണം, അങ്ങനത്തെ വ്യക്തമായിട്ടുള്ള ദിശാബോധവും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം വീട്ടുകാരോട് പങ്കുവെച്ചപ്പോൾ വീട്ടുകാരതിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം വീട്ടിൽ കസിൻസ് എല്ലാം ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കളൊക്കെ തന്നെ ഒന്നുകിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ എൻജിനീയർമാർ, അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തങ്ങളുടെ മകൻ മാത്രം ഡോക്ടറും എൻജിനീയറൊന്നും ആകാതെ BA ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ളത് ഈ മാതാപിതാക്കൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അവർക്കൊരു നാണക്കേട് പോലെയാണത്. മകൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ മെഡിസിൻ പഠിക്കുന്നു, എൻജിനീയറിംഗ് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഭിമാനം, ഞാൻ എൻ്റെ മകൻ BA ഇംഗ്ലീഷിന് പഠിക്കുന്നു എന്ന് എങ്ങനെയുടെ എൻ്റെ ബന്ധുക്കളുടെ മുഖത്ത് നോക്കി പറയുന്നത് എന്നുള്ളതാണ് ആ അച്ഛൻ മകനോട് പറഞ്ഞത്. അപ്പോൾ മകൻ പരമാവധി പറഞ്ഞു നോക്കി, എനിക്ക് കണക്ക് അത്ര വഴങ്ങുന്നില്ല, പ്രത്യേകിച്ച് 10ാം ക്ലാസ് വരെയുള്ള കണക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. +1 +2 വന്നപ്പോൾ കാൽക്കുലസ് പോലെയുള്ള കണക്കിൻ്റെ ചില സംഗതികൾ എനിക്കങ്ങോട്ട് വഴങ്ങുന്നില്ല, എനിക്കതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല, അത് എൻ്റെ മനസ്സിലോട്ടത് കയറുന്നില്ല, എനിക്കിഷ്ടമുള്ള വിഷയം പഠിക്കട്ടെ. അപ്പോൾ നീ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എൻജിനീയറിങ്ങിന് പോയി കഴിഞ്ഞാൽ 4 കൊല്ലം കഴിയുമ്പോൾ നിനക്ക് ജോലി കിട്ടും, നിനക്ക് സന്തോഷമായിട്ടിരിക്കുക. ഈ ജേർണലിസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോ, എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അച്ഛനും അമ്മയും സമ്മതിക്കാതെ നിർബന്ധപൂർവ്വം അവനെ എൻജിനീയറിങ്ങിന് കൊണ്ടുചെന്ന് ചേർക്കുകയാണ്. അപ്പോൾ എൻജിനീയറിങ്ങിന് ചേർന്നതിന് ശേഷം നേരത്തെ സംഭവിച്ച പോലെ തന്നെ നമുക്കറിയാം, ഈ +1-നും +2-നും പഠിക്കുന്ന കാൽക്കുലസിൻ്റെ കുറച്ചുകൂടെ കൂടിയ വകഭേദങ്ങൾ എൻജിനീയറിങ്ങിന് പഠിക്കേണ്ടി വരും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെയുള്ള സംഗതികളൊക്കെ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സംഗതികൾ തന്നെയാണ്. അതിലൊരു അടിസ്ഥാനമില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനോടൊരു അഭിരുചി ഇല്ലെങ്കിൽ എൻജിനീയറിംഗ് പഠനം പലപ്പോഴും ബാലികേറാമലയാകാറുണ്ട്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. കുട്ടിക്ക് അതങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിച്ചു പോകാനും പറ്റുന്നില്ല. മറ്റുള്ളവർ പഠിച്ചു പോകുന്നു, അവന് അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഇത് വീട്ടുകാരോട് പല പ്രാവശ്യവും പറഞ്ഞു നോക്കി. പക്ഷേ വീട്ടുകാർ പറയുന്നത്, നീ അല്ലല്ലോ ലോകത്തിൽ ആദ്യമായിട്ട് എൻജിനീയറിംഗ് പഠിക്കാൻ പോയത്, നമ്മുടെ കുടുംബത്തിലുള്ള ബാക്കി കുട്ടികളൊക്കെ പഠിച്ചിട്ടില്ലേ, പിന്നെ നിനക്കെന്താ കുഴപ്പം, നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അത് പൂർണ്ണമായിട്ടും ഒരു തകർച്ചയിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ പോകാൻ പറ്റാത്തതിന് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുറ്റപ്പെടുത്തലുകളും കൂടെ വന്നപ്പോൾ ഹോസ്റ്റലിൽ പോയി ഒരു ദിവസം അവിടെ ഉപയോഗിച്ചിരുന്ന ചില കൂട്ടുകാർ ഉപയോഗിച്ചിരുന്ന ചില ലഹരി വസ്തുക്കളെടുത്ത് ഈ കുട്ടി ഉപയോഗിക്കാനിടയായി. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള അക്രമം അവൻ അഴിച്ചുവിടുകയുണ്ടായി. അതുവരെ ശാന്തമായി പെരുമാറിയിരുന്നൊരു കുട്ടി ഇത്തരം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അവനെ പിടിച്ച് കെട്ടിക്കൊണ്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ പലപ്പോഴും അച്ഛനും അമ്മയും എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് ആ അച്ഛൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതം മൊത്തം ഈ പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്, ഞാൻ എൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ മദ്യം തൊട്ടിട്ടില്ല, ഇതൊക്കെ ഈ കുട്ടികൾ മനസ്സിലാക്കണ്ടേ, എന്നിട്ട് ഇവരിങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലിരുന്ന് തന്നെ കുട്ടിയെ കുറ്റപ്പെടുത്തുകയാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ വരുന്ന കണക്കുകൾ, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് ചേരുന്ന കുട്ടികളിൽ ഒരു 30% പേര് മാത്രമേ 4 വർഷം കൊണ്ട് പാസ്സാവുന്നുള്ളൂ. ഒരു 40% ആളുകൾ ഈ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നു, പൂർത്തിയാക്കാതെ പോകുന്നു. ബാക്കിയുള്ള 30% 4 വർഷത്തെ കോഴ്സ് 5, 6, 7 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ ഈ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്ന 40% എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ബുദ്ധിയില്ലാത്തവരല്ല. അവർക്കുള്ള ബുദ്ധി എഞ്ചിനീയറിങ്ങിന് ആവശ്യമുള്ള മേഖലകളിലല്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിക്കൊരു പ്രത്യേക മേഖലയിൽ അഭിരുചി ഉണ്ടെങ്കിൽ ആ അഭിരുചി ഉപയോഗപ്പെടുത്താവുന്ന ഉപരിപഠന മേഖലയിലേക്ക് വിടാൻ ശ്രദ്ധിക്കണം. അല്ലാതെ അവന് താല്പര്യമില്ലാത്തൊരു മേഖലയിലേക്ക് നിർബന്ധിച്ച് വിട്ടാൽ പലപ്പോഴും അത് ഇത്തരം ദുരന്തങ്ങളിൽ കലാശിക്കാം. ഇനി നിങ്ങളുടെ കുട്ടിക്ക് ഏതാണ് അഭിരുചിയുള്ള മേഖല എന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഒരു കൃത്യമായ കരിയർ ഗൈഡൻസ് ടെസ്റ്റിന് അവനെ വിധേയമാക്കുക. 3 സ്റ്റെപ്പുകളുള്ള കരിയർ ഗൈഡൻസ് ടെസ്റ്റുകളാണ് ഏറ്റവും ആധികാരികം. ആദ്യഘട്ടത്തിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്, ബഹുമുഖ ബുദ്ധിവൈഭവ പരിശോധന എന്ന് പറയും. ഒരു കുട്ടിക്ക് ഏറ്റവും പ്രകടമായ ബുദ്ധിവൈഭവം എന്താണെന്ന് തിരിച്ചറിയുകയാണ് അവിടെ. രണ്ടാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ്, അഭിരുചി നിർണ്ണയമാണ്. ഇപ്പോൾ ഒരേ ബുദ്ധിവൈഭവമുള്ള കുട്ടിക്ക് തന്നെ പല മേഖലകളിൽ പലതരം അഭിരുചികളായിരിക്കും. ഉദാഹരണത്തിന് ഭാഷാ സംബന്ധമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇതുള്ള കുട്ടിക്ക് ഒരു എഴുത്തുകാരനാകാം, ഒരു അഭിഭാഷകനാകാം, ഒരു അധ്യാപകനാകാം, ഒരു മാധ്യമപ്രവർത്തകനാകാം. ഈ 4 മേഖലകൾക്കും വേണ്ടത് പ്രത്യേകതരം സ്കിൽ സെറ്റുകളാണ്. ഇതിലേത് മേഖലയിലാണ് അവൻ കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത്, അവന് കൂടുതൽ അഭിരുചി ഉള്ളതെന്ന് നിർണ്ണയിക്കലാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ്. 3-ാം ഘട്ടം പേഴ്സണാലിറ്റി അസസ്മെൻറ്റാണ്, വ്യക്തിത്വ നിർണ്ണയമാണ്. ചില പ്രത്യേക വ്യക്തിത്വം ഉള്ള വ്യക്തികൾക്ക് ചില മേഖലകളിൽ ശരിയാകില്ല. ഉദാഹരണത്തിന് അന്തർമുഖ വ്യക്തിത്വമുള്ളൊരു വ്യക്തിക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് പഠനം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ ആളുകളുമായി ഇടപെടുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ അത് പറ്റാതെ വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ നമ്മുടെ കുട്ടിക്ക് അനുയോജ്യമായ മേഖല കണ്ടെത്താൻ പറ്റും. അവൻ്റെ ഭാവി നന്നായി വരാനും അത് സഹായകമാകും. നന്ദി, നമസ്കാരം.